2026 വരവേൽക്കാൻ ഒരുങ്ങുന്ന ലോകത്തിന് വിസ്മയ കാഴ്ചകൾ സമ്മാനിക്കാൻ ദുബായ് പൂർണ്ണ സജ്ജമായി. പുതുവർഷാഘോഷങ്ങൾ സുരക്ഷിതവും ചിട്ടയുള്ളതുമാക്കാൻ വിപുലമായ സുരക്ഷാ ഗതാഗത പദ്ധതികളാണ് ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി ആവിഷ്കരിച്ചിരിക്കുന്നത്. ദുബായ് സിവിൽ ഡിഫൻസ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വിവിധ സർക്കാർ വകുപ്പുകൾ സംയുക്തമായി ഒരുക്കിയ ഒരുക്കങ്ങൾ വിശദീകരിച്ചത്. ബുർജ് ഖലീഫ, ഗ്ലോബൽ വില്ലേജ്, ഹത്ത തുടങ്ങിയ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലായി 40 കേന്ദ്രങ്ങളിൽ ഇത്തവണ ആകാശവിസ്മയങ്ങൾ അരങ്ങേറും. ആകെ 48 വെടിക്കെട്ടുകളാണ് ഇത്തവണ പ്രത്യേകത. ദുബായ് ഫ്രെയിമിൽ ഇതാദ്യമായി വെടിക്കെട്ടും ഡ്രോൺ ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ സമാധാനപരമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ദുബായ് പോലീസ് അതിശക്തമായ സുരക്ഷാ വലയമാണ് തീർക്കുന്നത്. മൊത്തം 9884 പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധയിടങ്ങളിൽ വിന്യസിക്കും. ഇവരെ സഹായിക്കാൻ 1625 പെട്രോളിംഗ് വാഹനങ്ങൾ, 53 മറൈൻ സെക്യൂരിറ്റി ബോട്ടുകൾ, 36 സൈക്കിളുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. നഗരത്തെ നോർത്ത്, സെൻട്രൽ, വെസ്റ്റ്, മറൈൻ എന്നിങ്ങനെ 4 മേഖലകളിലായി തിരിച്ചാണ് സുരക്ഷാ ഏകോപനം നടത്തുന്നത്. ആഘോഷ സ്ഥലങ്ങളിൽ കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താനും സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ പരാതിപ്പെടാനും മറ്റുമായി 37 സഹായ ടെന്റുകളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 1800 സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ഇത്തവണ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വിപുലമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുർജ് ഖലീഫ മേഖലയിലേക്കുള്ള റോഡുകൾ ഡിസംബർ 31 വൈകിട്ട് 4 മുതൽ ഘട്ടം ഘട്ടമായി അടച്ചു തുടങ്ങും. മുഹമ്മദ് ബിൻ റാഷിദ് ബോളിവാഡ്, അൽ അസൽ സ്ട്രീറ്റ്, ഷെയ്ഖ് സായിദ് റോഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യാത്രക്കാർക്കായി ദുബായ് മെട്രോ റെഡ്, ഗ്രീൻ ലൈനുകൾ ഈ മാസം 31 രാവിലെ 5 മുതൽ ജനുവരി 1 അർദ്ധരാത്രി വരെ 43 മണിക്കൂർ നിർത്താതെ സർവീസ് നടത്തും. ദുബായ് ട്രാം 45 മണിക്കൂർ സർവീസ് നടത്തും. ഏകദേശം 14,000 ടാക്സികളും 1300 ബസ്സുകളും സർവീസിനുണ്ടാകും. മെട്രോ സ്റ്റേഷനുകളിൽ അൽ വാസൽ ക്ലബ് പോലുള്ള ഇടങ്ങളിലുമായി 5000-ലേറെ അധിക പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ 1754 അഗ്നിശമന സേനാംഗങ്ങളാണ് ദുബായ് സിവിൽ ഡിഫൻസ് വിന്യസിച്ചിരിക്കുന്നത്. നഗരത്തെ 5 മേഖലകളിലായി തിരിച്ച് 26 സ്റ്റേഷനുകൾ വഴിയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. 156 അത്യാധുനിക വാഹനങ്ങളും 12 അഗ്നിശമന ബോട്ടുകളും ഇതിനായി സജ്ജമാണ്. ആഘോഷ കേന്ദ്രങ്ങളിലെ 306 സുപ്രധാന കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ സുരക്ഷാ പരിശോധനയ്ക്കായി വിധേയമാക്കിയിട്ടുണ്ട്. ആഘോഷ സ്ഥലങ്ങളിൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാൻ 236 കേന്ദ്രങ്ങളിലായി 635 ആരോഗ്യ പ്രവർത്തകരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആംബുലൻസ്, ബസ്സുകൾ, ദ്രുത പ്രതികരണ വാഹനങ്ങൾ, ബൈക്ക് ആംബുലൻസുകൾ എന്നിവയ്ക്കൊപ്പം എയർ ആംബുലൻസ് സൗകര്യവും ലഭ്യമാണ്. ബുർജ് ഖലീഫ ഏരിയയിൽ കുട്ടികൾക്കായി പ്രത്യേക വാർഡുള്ള ഒരു ഫീൽഡ് ഹോസ്പിറ്റലും പ്രവർത്തിക്കും. ദുബായിയിലെ 6 പ്രമുഖ ആശുപത്രികളും 4 ക്ലിനിക്കുകളും 1900 ആരോഗ്യ പ്രവർത്തകരും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമായിരിക്കും. ബുർജ് ഖലീഫ ഉൾപ്പെടെ ദുബായിയിലെ 40 പ്രധാന സ്ഥലങ്ങളിലായി 48 വെടിക്കെട്ടുകളാണ് നടക്കുന്നത്. ഗ്ലോബൽ വില്ലേജ്, അറ്റ്ലാന്റിസ് ദ റോയൽ, എക്സ്പോ സിറ്റി, ഹത്ത തുടങ്ങിയ ഇടങ്ങൾ ഇതിൽ പ്രധാനമാണ്. ദുബായ് ഫ്രെയിമിൽ ഇതാദ്യമായി വെടിക്കെട്ടും ഡ്രോൺ ഷോയും ഒരുക്കുന്നുണ്ട്. കുടുംബങ്ങൾക്കായി പൊതു ബീച്ചുകൾ പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ 14 പൊതു പാർക്കുകൾ പുലർച്ചെ 1 വരെ തുറന്ന് പ്രവർത്തിക്കും. തൊഴിലാളികൾക്ക് ആഘോഷങ്ങൾ കാണാൻ വലിയ സ്ക്രീനുകളും ഭക്ഷണവും ഒരുക്കിയ പ്രത്യേക കേന്ദ്രങ്ങളും ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്.